ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. നമ്മൾ വെറൈറ്റി കൃഷിക്കാരാ. നമ്മൾ ഇവിടെ നാട്ടിൽ നടക്കാത്ത കുറേ കാര്യങ്ങൾ എല്ലാ പ്രാവശ്യവും പരീക്ഷിക്കാറുണ്ടല്ലേ? നമ്മൾ എന്തൊക്കെ പരീക്ഷിച്ചായിരുന്നു? ഉള്ളി പരീക്ഷിച്ചു, ക്യാബേജും കോളിഫ്ലവറും പരീക്ഷിച്ചു, അത് സക്സസ്ഫുൾ ആയി. പിന്നെ നമ്മൾ കപ്പലണ്ടി ട്രൈ ചെയ്ത് നോക്കി. പിന്നെ കൂർക്ക കൃഷി ചെയ്ത് നോക്കി. ഞങ്ങളിവിടെ ചെയ്യാത്ത പല കാര്യങ്ങളും ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. അത്യാവശ്യം മമ്മി സക്സസ് ഒക്കെ നേടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ പെരിഞ്ചീരകം, പിന്നെ ഈ ഇടയ്ക്ക് വേറെ എന്തോ ഒരു സംഭവം ചെയ്തായിരുന്നു പെരിഞ്ചീരകത്തിൻ്റെ കൂട്ടത്തെ കടുക് നമ്മൾ ട്രൈ ചെയ്തു. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. മമ്മി അത്യാവശ്യം സക്സസ്ഫുൾ നേടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതുപോലൊരു പരീക്ഷണമാണ്. എന്താണ്? ചോളം. ഓക്കെ, അപ്പോൾ ആ ചോളം നടുന്നത് എങ്ങനെയാണ്? കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മുടെ ചോളം കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? അപ്പോൾ എല്ലാവരും കണ്ട് ചോദിക്കുകയാണ് ഈ ചോളം എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്ന് കാണിക്കണേ. അപ്പോൾ ആ ചോളത്തിൻ്റെ നടിയിലും അതുപോലെ തന്നെ അതിൻ്റെ പരിചരണം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരുന്നത്. എന്തോ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. മമ്മി ഇങ്ങനെ അയച്ച് ഓരോന്നെങ്കിലുമൊക്കെ പരീക്ഷിച്ചോണ്ടിരിക്കും. എന്തായാലും കാണിക്കണം. അതെ, അപ്പോൾ അതെ, നമ്മൾ നട്ടിട്ട് അത് കിളിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അത് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ പരിചരിക്കാം എല്ലാം മമ്മി പഠിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സീഡ്സ്, ഗ്രോ ബാഗ്സ്, പ്ലാന്റ്സ് എല്ലാം തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഇനം സീഡ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ www.theminislifestyle.com നിന്ന് നിങ്ങൾക്ക് അനായാസം വാങ്ങിക്കാവുന്നതാണ്. നിങ്ങളുടെ വീട്ടിലെത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പോൾ 24 മണിക്കൂർ നമ്മൾ ഈ ചോളം കുതിർത്തിട്ട് വേണം നടാനായിട്ട്. എങ്കിൽ മാത്രമേ അത് മുള വരുള്ളൂ എന്നാണ് നമുക്ക് ഈ വിത്ത് തന്ന ആൾ പറഞ്ഞത്. തന്നെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ ഹരിയാനയിൽ നിന്ന് കൊണ്ടുകൊടുത്തതാണ് ഈ വിത്ത്. അപ്പം പുള്ളിക്കാരനാണ് പറഞ്ഞത് 24 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം മാത്രം നടാനായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞത്. അതിന് പ്രകാരം നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കത് 24 മണിക്കൂറായി. ഇനി നമുക്കത് നടാനായിട്ട് തുടങ്ങാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, 2 സൈഡിൽ നിന്നും ഒരേപോലെ മണ്ണ് ഇങ്ങനെ ഏരി കൂട്ടിയിട്ട് വേണം നമ്മൾ ഈ ചോളം നടാനായിട്ട്. ഇപ്പം അല്ലാതെയും തടം തുറന്നും നമുക്ക് ചെയ്യാം. ഇപ്പം മഴ ആയതുകൊണ്ട് വെള്ളക്കെട്ട് ആവുമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ പണകൂരി നടുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം അതിനകത്ത് കെട്ടി നിൽക്കത്തില്ല. ഇപ്പം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഇതിന് ചെറുതായിട്ട് അതിൻ്റെ മുളയൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് പാകി കൊടുക്കാം. ഇപ്പം 2 സൈഡിലും ഓരോന്ന് വീതം ഞാൻ ഓരോ വിരലിൻ്റെ താഴ്ചയിലാണ് ഇത് ഇടുന്നത്. ഒരു വിരൽ വെച്ചിട്ട് ഒരു കുഴി കൊടുത്തിട്ട് അതിനകത്തോട്ട് നമുക്ക് നടാം. ഒരടിയെങ്കിലും വ്യത്യാസത്തിൽ നമുക്കിത് നട്ടു കൊടുക്കാം. കാരണം ഇത് വളരുമ്പം നല്ല ഇലയൊക്കെ നല്ല ഇതായിട്ടാണല്ലോ വളർന്നു വരുന്നത്. ഇതുപോലെ നമുക്ക് ഈ പാത്രത്തിൽ ഇരിക്കുന്ന എല്ലാം നട്ടു കൊടുക്കാം കേട്ടോ. ഇത് കുറച്ച് വളർന്നതിന് ശേഷം മാത്രം നമുക്ക് വളമിട്ട് കൊടുക്കാം. ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇത് കൃഷി ചെയ്യുന്നവർ കുറേ പേര് കാണുമായിരിക്കും. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാവുന്നവർ പറഞ്ഞു തന്നാൽ എല്ലാവർക്കും അത് ഉപകാരമായിരിക്കും. അത് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ചെയ്യുന്നത് കുറവാണ്. നോർത്തിലൊക്കെ ആണെങ്കിൽ ഇത് ഇഷ്ടംപോലെ കൃഷി ചെയ്യാറുണ്ട്. നമ്മൾ ആ ട്രെയിനിലൊക്കെ പോകുമ്പോൾ പാടങ്ങളിലൊക്കെ ഇതൊക്കെ കൃഷി ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളിത് ചേന ഇടയ്ക്കാണ് നടുന്നത്. പപ്പ ഇവിടെ എല്ലാം കൊച്ചു പണയാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് സ്ഥലം ഇങ്ങനെ വെറുതെ കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനകത്തൊക്കെ നമുക്കിങ്ങനെ ആക്കിയിട്ടാലും നമ്മുടെ സ്ഥലം വെറുതെ വേസ്റ്റായി പോകത്തില്ല. എന്തെങ്കിലുമൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാം. കുറേ ഒന്നും നടണമെന്നില്ല. ഇപ്പം നമ്മൾ ഇത്രയും നട്ടാലും എത്ര എണ്ണം കിളിച്ചു വരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ ഇത് ഇറങ്ങോ കൂരോ എന്നൊക്കെ പറയുന്ന സാധനം ഇല്ല, പഞ്ഞിപ്പുല്ല്, അതൊക്കെ നടാറുണ്ട്. എൻ്റെ വല്യപ്പച്ചനൊക്കെ ഉള്ള സമയത്ത് നെല്ല് ഒക്കെ നടുമായിരുന്നു. പിന്നെ എല്ലാത്തരം പയർ, ചെറുപയർ, വൻപയർ, മുതിര ഇതെല്ലാം നടുമായിരുന്നു വീട്ടിൽ. അതെല്ലാം കണ്ടു വളർന്നതുകൊണ്ട് നമുക്കതിനെക്കുറിച്ചൊക്കെ ഒരു ഏകദേശ ധാരണയുണ്ട്. അപ്പം നമ്മൾ നട്ട ചോളമൊക്കെ വളർന്ന് 4 പരുവമായിട്ടുണ്ട്. ഇവിടെയെല്ലാം നമ്മുടെ പറമ്പിലൊക്കെ അവിടെ ഇവിടെയൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ചാണകപ്പൊടിയോ എന്തെങ്കിലും ജൈവവളമോ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൊണ്ട് നമുക്ക് വെട്ടിയടിപ്പിച്ച് കൊടുക്കണം. ഇപ്പം മണ്ണിൽ മാത്രമല്ല, നമുക്ക് ഗ്രോ ബാഗിനകത്ത് നല്ല രീതിയിൽ ചോളം കൃഷി ചെയ്യാം. അതുപോലെ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പം അതിനകത്തെല്ലാം നമ്മൾ നല്ല രീതിയിൽ വളം ചേർക്കണം. അപ്പോൾ ഈ അറിയാം, പലർക്കും സ്ഥലമില്ല, സ്പേസ് ഇല്ല എന്നൊക്കെ നമ്മളടുത്ത് പറയാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ എല്ലാം ചെയ്യുന്നത്. ഒന്ന് മണ്ണിലും കാണിച്ചത്, അതുപോലെ തന്നെ ഗ്രോ ബാഗിലും കാണിച്ചത്. അപ്പോൾ ഈ ഗ്രോ ബാഗ് ചെയ്യുന്നവർക്ക് ഗ്രോ ബാഗിൽ എങ്ങനെയാണ് മമ്മി ചെയ്യുന്നതിനാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്പെഷ്യലി അത് മാറ്റി കാണിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ മണ്ണിൽ നട്ടതിൻ്റെ തൈ എടുത്തിട്ടാണ് ഞാൻ ഈ ഗ്രോ ബാഗിനകത്ത് നട്ടിരിക്കുന്നത്. ഇപ്പം ഇത്രയൊക്കെ പരുവായതിനകത്ത് നമ്മൾ ചാണകം, നമ്മുടെ കയ്യിൽ എന്താണോ വളമുള്ളത്
അതതിനകത്ത് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് നല്ല രീതിയിൽ തഴച്ച് കയറി വരും. പിന്നെയെന്ന് വെച്ചാൽ ഈ കാറ്റും മഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചാഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മളൊരു കമ്പൊക്കെ കുത്തി കൊടുത്താൽ നന്നായിരിക്കും. അതുപോലെ നീണ്ടാണ് വരുന്നത് ഈ കോണിൻ്റെ. അപ്പോൾ കാറ്റ് മഴയൊക്കെ ഉണ്ടെങ്കിൽ അത് ചരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. നമ്മൾ അത്രയും വളർത്തിയിട്ട് അത് ചരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കൊരു സങ്കടമല്ലേ. അപ്പോൾ അത് ആ രീതിയിൽ നമ്മൾ കെയർ ചെയ്യണം കേട്ടോ. ശ്രമിക്കുക. ഇതാണ് ഗ്രോ ബാഗിനകത്ത് നട്ടിരിക്കുന്നത്. ഇപ്പം തറയിൽ നമ്മൾ പാകി കിളിപ്പിച്ചതിന് ശേഷം ഞാൻ പിന്നെ കൊണ്ടുവന്ന പറിച്ച് നട്ടയാണിത്. ഇപ്പോൾ ഒരു 7 ഗ്രോ ബാഗിനകത്ത് നട്ടിട്ടുണ്ട്. അത് നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇനി അതിനകത്തൊക്കെ വളമൊക്കെ ഇടണം. അപ്പോൾ നമ്മുടെ കൈവശമുള്ള ഏത് വളം നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. പ്രത്യേകിച്ച് ചാണകമൊക്കെ നമ്മളിതിനകത്ത് ഇട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ നല്ലതാണ്. അത് പിന്നെ നമ്മുടെ ജൈവ സ്ലറിയോ നമ്മുടെ വേസ്റ്റൊക്കെ ഇടുന്നതായ വെള്ളമോ അങ്ങനെ എന്തെന്നുണ്ടെങ്കിലും ഇതിന് ഇട്ട് കൊടുത്താൽ വളരെ നന്നായിരിക്കും. അപ്പം നമ്മുടെ ഈ പിള്ളേരെയും കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഈ കൊച്ചുങ്ങൾ രണ്ടും കൂടെ വന്ന് ഇതെല്ലാം നക്കി നോക്കും. കണ്ട അവിടെ നിൽക്കുക, കണ്ടില്ലേ? കള്ള ചെത്തൻ മണിക്കുട്ടൻ പോ. രണ്ടും കൂടെ എല്ലാത്തിനും നാമ്പ് ഇങ്ങനെ നക്കി നോക്കാം കേട്ടോ. ഭയങ്കര ശല്യമായിട്ടോ എനിക്ക്. ഇനിയിപ്പോൾ ഉടനെ എന്നെ കയറൊക്കെ ഇട്ട് കൊടുത്തേ പറ്റത്തോളം എന്നാണ് തോന്നുന്നത്. അവനും കൂടെ വരണമെന്ന് പറഞ്ഞു നിൽക്കുക. വീഡിയോയിൽ അവനില്ലെന്നും പറഞ്ഞിട്ട് കുറച്ച് കാണിച്ചേ. എന്തോ പറ്റി? ഹലോ, എന്തുവാ? അവനെ എടുക്കണം. അടങ്ങി നിന്നാ മതി കേട്ടാ. നിന്നെ ഇന്ന് വീഡിയോയിലില്ല. നിന്നെ വീഡിയോ കയറ്റുന്നില്ല. വേണ്ട, നീ ഇവിടെ നിന്നോ. ഞങ്ങൾ പോവാ. അപ്പോൾ ഇതിനകത്ത് ഞാൻ വളം ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ കിച്ചണിലെ വേസ്റ്റ് കുറച്ചുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ പിന്നെ ആട്ടും കാഷ്ടവും ഉണ്ടായിരുന്നു. അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മണ്ണും കൂടെ കൂട്ടി കൊടുക്കണം. എന്നുവെച്ചാൽ കവറിനകത്താണ്ട് ഒരു 3/4 ഇടത്തോളം മണ്ണ് നിറച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ നടുക്ക് ഒരു കമ്പുമൊക്കെ കുത്തി കൊടുത്തിട്ട് അതിനെ നമ്മൾ ഒരു വള്ളിയായിട്ട് അങ്ങ് ബന്ധിപ്പിക്കണം. അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് വള്ളികളൊക്കെ നമ്മൾ പന്തൽ കെട്ടുന്ന വള്ളികളൊക്കെ വെച്ചിട്ട് നമ്മളിതിന് ഈ കമ്പുമായിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. അപ്പോൾ നമ്മളെല്ലാത്തിലും ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ്. പക്ഷേങ്കിൽ ഈ ചോളം പെട്ടെന്ന് വീണ് പോകും. അതുകൊണ്ടാണ് നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു കമ്പ് വെച്ചിട്ട് കെട്ടിക്കൊടുക്കണം. ഒരുപാട് കനത്തിലൊന്നും ഈ വള്ളി നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത് നമ്മളിങ്ങനെ ഒന്ന് ഇങ്ങനെ കീറിയെടുക്കാം. കണ്ടില്ലേ? ഇപ്പോൾ ഒരു 3-4 നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കീറിയെടുക്കാം. എന്നിട്ട് കെട്ടിയാൽ മതി. പന്തൽ കെട്ടുന്ന മാതിരി കനത്തിലൊന്നും കെട്ടണ്ട. കണ്ടില്ലേ? ഒരു 3 എണ്ണത്തിന് നമുക്ക് കെട്ടാനായിട്ട് പറ്റും. ടൈറ്റായിട്ടൊന്നും കെട്ടിക്കൊടുക്കരുത്. ലൂസായിട്ടൊന്ന് കെട്ടിയിരുന്നാൽ മതി. ആ തടിയുമായിട്ട് ഒന്ന് ബന്ധിപ്പിച്ച് വെച്ചേക്കുക. കാറ്റത്തൊന്നത് വീണ് പോകാതെ അവിടെ തന്നെ നിന്നോളൂ. ഇപ്പോൾ കായൊക്കെ പിടിക്കുമ്പോഴത്തേക്ക് അതങ്ങ് വീണ് പോകുമല്ലോ വെയിറ്റ് കൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഒരുപാട് ചെയ്യുന്നവർക്കൊന്നും ഇങ്ങനെ കെട്ടിക്കൊടുപ്പൊന്നും നടക്കത്തൊന്നുമില്ല. അപ്പം നമ്മൾ അടുക്കളത്തോട്ടത്തിൽ ചെറിയ രീതിയിൽ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റേതായ രീതിയിൽ ഒരു കെയറൊക്കെ കൊടുത്താൽ നല്ല രീതിയിൽ നമുക്ക് അതിൽ നിന്ന് ചോളം പിച്ചെടുക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബോർഡർ ഗ്രാസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് അന്ന് ചെയ്ത് കാണിച്ചത് കണ്ടില്ലേ? അപ്പോൾ നല്ല രീതിയിൽ വളർന്നു വരുന്നത്. ഇപ്പം കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ മണ്ട ഒടിച്ച് കുത്തിയാൽ വരുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഇത് വളർന്നു വരുന്നതായിരിക്കും. നല്ല പെട്ടെന്ന് തന്നെ ഇത് വേര് പിടിക്കുകയും ചെയ്യും. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എവിടെന്നെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ നമ്മൾ വേരൊക്കെ പിടിച്ചതിന് ശേഷം നമ്മുടെ വെബ്സൈറ്റിലൂടെ നമ്മൾ സെയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കോൺ അല്ലെങ്കിൽ ചോളത്തിനെ പറ്റിയുള്ള കൃഷി രീതിയായിരുന്നു ഇന്ന്. അപ്പം ഇതേപോലെ നിങ്ങളും ഇതേപോലെ എല്ലാ കൃഷികളും നിങ്ങൾ ചെയ്യണം അല്ലേ? ഒന്നൊന്നല്ല, ഒരു പയറോ വെണ്ടയോ മാത്രമല്ല, എല്ലാം ഇങ്ങനെ മാറി മാറി ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പം നമ്മുടെ നാട്ടിലല്ലേ അല്ലേ നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ പിടിക്കുമെന്ന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇതൊക്കെ പിടിക്കുമെന്ന് നമ്മൾ ഒട്ടും വിചാരിച്ചില്ല അല്ലേ? അതെ, ഇത്രയും വെറൈറ്റി കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കാം എന്നൊന്നും ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. 3 വർഷം മുന്നേ കേരളത്തിലോട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് അതല്ല ഞാൻ നോർത്തിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? നോർത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ കാര്യങ്ങളൊക്കെ പിടിക്കുമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. എല്ലാം മമ്മിയുടെ ഒരു ഇൻട്രസ്റ്റിൽ മമ്മി പലതും ചെയ്തു നോക്കുന്നു. എല്ലാം ദൈവം സഹായിച്ചുള്ള സക്സസ്ഫുൾ ആയി പോവുകയും ചെയ്തു. അപ്പോൾ ഇനി എന്തോ വേണമെന്ന് അറിയാമോ? ഇനി പേരൻസ് അല്ല ഇനി കുട്ടികളെ കാണിക്കുന്നത്, പിന്നെ കുട്ടികളാണ് പേരൻസിനെ കാണിച്ചു കൊടുക്കുന്നത്. മമ്മി ഇങ്ങനെ പടി തരാൻ നല്ല പിടിക്കുകയാണ്. എബിൻ ഇങ്ങനെ ഓരോന്ന് നട്ടിട്ട് എബിനും മെറിനൊക്കെ ഓരോന്ന് നട്ടിട്ട് എബിനും മെറിനൊന്നും മാത്രമല്ല എല്ലാവിടെ നമ്മളെ കാണുന്ന എല്ലാ കുട്ടികളും ഇനി കൃഷി ചെയ്തിട്ട് അവരുടെ പേരൻസിന് ആണ്ട മമ്മി ഇത് കണ്ടോ അല്ലെ പപ്പ ഇത് കണ്ടോ അല്ലെ എന്നിട്ട് ഞങ്ങളെയും കൂടെ കാണിച്ചു തരണം കേട്ടോ, വീഡിയോ ആയിട്ട്. മമ്മിക്ക് അല്ലെങ്കിൽ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോ എന്തോ പോലെ
അപ്പോൾ എന്തായാലും കൃഷി ചെയ്യാം കേട്ടോ. ഞങ്ങള് മമ്മി പണി തന്ന് അത്യാവശ്യം ഞങ്ങൾ ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ കൃഷി ചെയ്യും, മമ്മി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. നമുക്ക് നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് വരുന്നത്, ഇമെയിൽ വരുന്നത് എല്ലാവരും പറയാറുണ്ട്. കുട്ടികളാണ് കൂടുതലും മെസ്സേജ് ചെയ്യുന്ന, ഡൗട്ടുകൾ ചോദിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ സീഡ്സ് വാങ്ങിക്കുന്നത് എല്ലാം. അപ്പോൾ കുട്ടികളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൃഷികളൊക്കെ ചെയ്യുന്നത്. മെയിൻലി ഈ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നും ഒരു എൻകറേജ്മെന്റ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ ആ രീതിയിലൊക്കെ പലരും ചെയ്യുന്നുണ്ട്. കമന്റിൽ നോക്കി തന്നെ അറിയാല്ലേ, കൊച്ചുങ്ങളുടെ ഒക്കെ ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. 6ലും 7ലും പഠിക്കുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് സീഡ്സ് അവൈലബിൾ അല്ല, പ്ലാന്റ്സ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഗ്രോ ബാഗ്സ് ഒന്നും കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ theminislifestyle.com ഉണ്ട്. നമുക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നവരാണ് പിന്നെയും വാങ്ങിച്ചു പോകുന്നത്. അപ്പോൾ ആ ട്രസ്റ്റാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. നിങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളെല്ലാം നല്ല രീതിയിൽ പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിലൊരു ഞങ്ങളിലൊരു ട്രസ്റ്റ് ഉണ്ടായതാണ് നിങ്ങൾ ഇത്രയും നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പിന്നെയും വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടതേ ഉള്ളൂ അല്ലേ, കുറച്ച് പേരൊക്കെ ഉള്ളൂ. പിന്നെ എന്താണ് പിന്നെ കൃഷി പരാജയത്തിലാകുന്നു, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതൊക്കെ മനുഷ്യന് അസുഖങ്ങൾ വരുന്നില്ലേ, അതുപോലൊക്കെ തന്നെ ഒരു പയറേടിക്ക് ഒരു അസുഖം എന്ന് കരുതിയിട്ട് നമ്മൾ അങ്ങനൊന്നും പേടിച്ചു പോകാനായിട്ട് അതൊക്കെ മമ്മിയെ കണ്ട് പഠിക്കണം. എത്ര വട്ടം എന്തോ പറ്റിയാലും, എത്ര ചാഴിയാണെങ്കിലും മുഞ്ഞയാണെങ്കിലും എന്ത് വന്നാലും ഉടനെ അതെടുത്ത് പഠിച്ച് ഒരു കളഞ്ഞിട്ട് അടുത്ത് തുടങ്ങും മമ്മിയെ. അത് പറഞ്ഞുകൊണ്ട് മമ്മി ഇവിടെ സങ്കടപ്പെട്ടൊന്നും ഇരിക്കാറില്ല. നിർത്തത്തൊന്നുമില്ല. നമ്മൾ തുടങ്ങിയത് എന്തായാലും മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പം മനുഷ്യനായാലും മൃഗങ്ങൾക്കായാലും നമ്മൾ അസുഖങ്ങൾ വന്നെന്ന് കരുതി അവരെ തള്ളിക്കളയൊന്നുമില്ല അല്ലേ. അപ്പം നമ്മുടെ കൂടെ തന്നെ ചേർത്ത് നിർത്തും. അതുപോലെ തന്നെയാണ് ഈ കൃഷി എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെ കൃഷിയൊന്നും നിർത്തിവെക്കാതെ മുന്നോട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മടിക്കരുത് കേട്ടോ. നമ്മുടെ അടുത്ത് പലരും പറയുന്നുണ്ട്, മിനി ചേച്ചി ഞങ്ങൾ എല്ലാ വീഡിയോയും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെന്ന്. എല്ലാ വീഡിയോയും സബ്സ്ക്രൈബ് ചെയ്യേണ്ട, ഒരു വട്ടം സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ആയി കേട്ടോ. എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്താൽ അൺസബ്സ്ക്രൈബ്ഡ്. അതെ, ഒരു വട്ടം ഞെക്കുമ്പോൾ സബ്സ്ക്രൈബ്ഡ് എന്ന് എഴുതി കാണിക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല. സബ്സ്ക്രൈബ്ഡ് ആണ്. ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും സമയാസമയങ്ങളിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാനും മമ്മിയും ബൈ.